5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പാറു നീ ജിമിക്ക് കമ്മല് നന്നായിട്ട് ചേരുമല്ലേ? ഇത് ജയന്തിക്ക് ചേരില്ലേ? ചേരും. പക്ഷേ നീ കൊടുത്ത അവളിത് വാങ്ങോ? അതെന്താ അങ്ങനൊരു ചോദ്യം? ജയന്തിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അവള് തന്നെ. സത്യമാണോ നീ പറയുന്നത്? എന്നെ ഇഷ്ടമല്ലെന്ന് അവള് പറഞ്ഞു? പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞല്ലടാ. എന്റെ ജീവൻ പോയി. ജയന്തി ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഒളിക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. വെറും നോട്ടമല്ല, പ്രണയം പൂത്തെളിഞ്ഞു നിൽക്കുന്ന നോട്ടം. ശരിക്കും അവൾ അവിടെയാണെങ്കിലും നോട്ടം നിന്റെ നേർക്ക് തന്നെ. അവളിപ്പോ ഇവിടെ വരും, നിന്റെ അടുത്ത്. നീ നോക്കിക്കോ. ഇത് നോക്കി കൊള്ളാല്ലേ ജയന്തി? ഇത് ഞാൻ വെച്ച് നോക്കട്ടെ. എന്താ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത്. എന്ത്? സ്വർഗത്തിലെ കട്ടുറുമ്പായാൽ നരകത്തിലെ കട്ടുറുമ്പാവുന്നല്ലേ സൗസവിന്റെ കണ്ടുപിടുത്തം. എനിക്ക് നരകത്തിലെ കട്ടുറുമ്പാവണ്ട. എൻജോയ് എൻജോയ്. ജയന്തി ഇതെങ്ങനെയുണ്ട്? ഇതത്ര പോരാ. അല്ല എന്താ പിന്നെ ഇത് നോക്കി. അത് ഇതുള്ളല്ലേ? ഇതോ? അയ്യോ, ഇതിപ്പോ കൊടുക്കാൻ പറ്റില്ല. പാറു ഇപ്പൊ ദേവിയല്ലേ. കനൽ കലശം കഴിഞ്ഞു കൊടുക്കാം. ഇത് കൊടുത്തുകൊണ്ട് ഗന്ധർവൻ ഞാനാണെന്ന് അവളോട് പറയണം. കണ്ടു ഞാൻ കൂടെ നീയില്ലാതെയായ നൂറായി നുറുങ്ങിടും കണ്ണാടിയാണ് ഞാൻ. ഈ കൊലുസ് പാർവതിക്ക് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. അവള് ദേവിയാണെന്നല്ലേ പാർവതിയുടെ വിശ്വാസം. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ. കനൽ കലശം കഴിഞ്ഞിട്ട് ഞാൻ പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്കിളിനോട് പറയണം. അതിനുശേഷം ഇത് അവൾക്ക് കൊടുത്തിട്ട് അവളോട് എന്റെ പ്രണയം പറയണം. പൂജ തുടങ്ങി. കനൽ കലശം നടത്തുന്ന ആള് പൂജ നടക്കുമ്പോ അവിടെ ഉണ്ടാവണം. നിങ്ങൾ വേണ്ടതൊക്കെ നോക്കിയെടുത്തോ. അപ്പോഴേക്കും ഞാൻ വരാം. ശരി.